വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. കൊരിന്ത്യർക്കെഴുതിയ 2 ലേഖനം 12 അധ്യായത്തിൻ്റെ 7 വാക്യം. അപ്പോസ്തലനായ പൗലോസിന് ജഡത്തിലുണ്ടായിരുന്ന ശൂലം ഒരു ദൈവിക ദാനമായി താൻ പരിഗണിച്ചിരുന്നു. ശൂലം തന്നെ കൂടെ കുത്തുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ പൗലോസിൻ്റെ ജീവിതത്തിലെ കൂടെയുള്ള ഈ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ താൻ ഒരു ബലഹീന മനുഷ്യനാണെന്നും ദൈവത്തിൻ്റെ കൃപ കൂടാതെ തനിക്ക് ജീവിക്കുവാനോ പിറുവിറുപ്പില്ലാത്ത ഒരു ജീവിതം നയിക്കുവാനോ കഴിയുകയില്ല എന്ന് ദൈവം പഠിപ്പിക്കുകയായിരുന്നു. അതുമാത്രമല്ല, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ പൗലോസിൽ മാനുഷികമായി ഉണ്ടാകുവാൻ സാധ്യതയുള്ള അതിയായ നിഗളത്താൽ നിത്യത നഷ്ടപ്പെടാതിരിപ്പാൻ ദൈവം ഒരുക്കിയ ഒരു പദ്ധതി കൂടിയായിരുന്നു അത്. പരിശോധനകളുടെ കാരണങ്ങൾ ശരിയായ വിധത്തിൽ നമുക്ക് കാണുവാൻ കഴിയാത്തതുകൊണ്ടാണ് നാം പരാതിപ്പെടുന്നതും ക്ഷീണിതരായി പോകുന്നതും. അതിമനോഹരങ്ങളായ റോസാ പുഷ്പങ്ങൾ മുള്ളുകൾക്കിടയിലാണ് കാണപ്പെടുന്നത് എന്ന കാര്യം നാം മറക്കാതിരിക്കുക. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സ്കോട്ടിഷ് സഭാശുശ്രൂഷകനായിരുന്ന ജോർജ് മാത്തേഴ്സൻ്റെ ഒരു പ്രാർത്ഥനാ വാചകം ഇങ്ങനെ: എൻ്റെ ദൈവമേ, എനിക്ക് ലഭിച്ച റോസാപ്പൂക്കൾക്ക് വേണ്ടി ഞാൻ 1000 പ്രാവശ്യം സ്തോത്രം ചെയ്തിട്ടുണ്ട്. എങ്കിലും നീ എനിക്ക് നൽകിയ മുള്ളുകൾക്ക് വേണ്ടി ഒരിക്കൽ പോലും നന്ദി പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ കുരിശനുഭവങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ഒരു ഭാവി ലോകത്തിനു വേണ്ടിയാണ് ഞാൻ നോക്കി പാർത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ കുരിശ് ഇപ്പോൾ തന്നെ മഹത്വകരമായ ഒരു അനുഭവമാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. സ്നേഹമൂർത്തിയായ കർത്താവേ, അവിടുത്തെ ഇഹലോക ജീവിതം കഷ്ടതയാലാണല്ലോ പൂർണ്ണമാക്കപ്പെട്ടത്. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ശൂലം ഒരു വിലയേറിയ ദാനമാകുന്നു എന്ന് എന്നെ പഠിപ്പിക്കണമേ. അപ്പോൾ എനിക്ക് മനസ്സിലാകും, എൻ്റെ കണ്ണുനീരാണ് എൻ്റെ മഴവില്ലിന് കാരണമായി തീർന്നിരിക്കുന്നതെന്ന്. ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി എന്ന് പറയാനും സാധിക്കും. ഡിയർ ഫ്രണ്ട്സ്, ദൈവം നമ്മുടെ ജീവിതത്തിൽ നിയമിച്ചാക്കിയിട്ടുള്ള പലതരത്തിലും പല വിധത്തിലുമുള്ള ശൂലങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദൈവത്തിന് ഇത്രമാത്രമേ ഇന്ന് നമ്മോട് പറയുവാനുള്ളൂ: മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി. ഹാവ് എ പ്ലസന്റ് ഡേ.